നെക്സ്റ്റ് മോണോട്ടോണിക് ഫങ്ഷൻസിൻ്റെ പ്രോപ്പർട്ടീസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം എന്താണ് മോണോട്ടോണിക് ഫങ്ഷൻസ് എന്ന് നോക്കാം. ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ഡിഫൈൻഡ് ആയ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എഫ് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് എന്ന് പറയണമെങ്കിൽ ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ നിന്നും എക്സ് ലെസ് ദാൻ വൈ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഏത് രണ്ട് റിയൽ നമ്പേഴ്സ് എക്സും വൈയും ചൂസ് ചെയ്താലും എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ ആയിരിക്കണം. ഈക്വൽ ആയാലും പ്രോബ്ലം ഒന്നുമില്ല. സിമിലർലി എഫ് മോണോട്ടോണിക്കലി ഡിക്രീസിങ് എന്ന് പറയണമെങ്കിൽ ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ നിന്നും എക്സ് ലെസ് ദാൻ വൈ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഏത് രണ്ട് റിയൽ നമ്പേഴ്സ് എക്സും വൈയും ചൂസ് ചെയ്താലും എഫ് ഓഫ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയിരിക്കണം. ദെൻ ഫംഗ്ഷൻ എഫ് ഈസ് മോണോട്ടോണിക് ഇഫ് ഇറ്റ് ഈസ് എയ്തർ മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ഓർ ഇറ്റ് ഈസ് മോണോട്ടോണിക്കലി ഡിക്രീസിങ്. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻസ് മോണോട്ടോണിക്കലി ഇൻക്രീസിങ്ങുമാണ് ഡിക്രീസിങ്ങുമാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എക്സ് ഗ്രേറ്റർ ദാൻ 0, അതായത് എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവെൽ 0 ഇൻഫിനിറ്റി, ഇതൊരു ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. അതുപോലെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് എക്സ് ഗ്രേറ്റർ ദാൻ 0യും മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x എക്സ് ഗ്രേറ്റർ ദാൻ 0 ഈ ഫംഗ്ഷൻ മോണോട്ടോണിക്കലി ഡിക്രീസിങ് ഫംഗ്ഷൻ്റെ ഒരു എക്സാമ്പിളാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവെൽ 0 to π, അതൊരു മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ഫംഗ്ഷനുമല്ല ഡിക്രീസിങ് ഫംഗ്ഷനുമല്ല. ബട്ട് ആ ഫംഗ്ഷൻ്റെ ഡൊമൈൻ ഓപ്പൺ ഇൻ്റർവെൽ 0 to π/2ലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവെൽ 0 to π/2 ഒരു ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. നെക്സ്റ്റ് തിയറം 4.29. ലെറ്റ് എഫ് ബി മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ഓൺ ഓപ്പൺ ഇൻ്റർവെൽ എ ബി, then f of x plus n f of x minus x is at every point x of open interval a b. More precisely, supremum of f of t a less than t less than x equal to f of x minus less than or equal to f of x less than or equal to f of x plus equal to infimum of f of t x less than t less than b. Furthermore, if a less than x less than y less than b, then f of x plus less than or equal to f of y minus. ഈ തിയറത്തിൽ നമുക്ക് പ്രൂവ് ചെയ്യുവാനുള്ളത് എഫ് ഒരു മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഡൊമൈനിൽ ഏതൊരു പോയിൻ്റ് എക്സ് ചൂസ് ചെയ്താലും ആ പോയിന്റിൽ ഫംഗ്ഷൻ എഫിൻ്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും എന്തായാലും എക്സിസ്റ്റ് ചെയ്യുമെന്നാണ്. ഈ കേസിൽ ഫംഗ്ഷൻ എഫിൻ്റെ പോയിൻ്റ് എക്സിലുള്ള ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് സുപ്രീമം ഓഫ് എഫ് ഓഫ് ടി എ ലെസ് ദാൻ ടി ലെസ് ദാൻ എക്സ് ആയിരിക്കും. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് ദി പോയിൻ്റ് എക്സ് എന്നുള്ളത് ഇൻഫിമം ഓഫ് എഫ് ഓഫ് ടി എക്സ് ലെസ് ദാൻ ടി ലെസ് ദാൻ ബി ആയിരിക്കും. അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് മൈനസും എഫ് ഓഫ് എക്സ് പ്ലസും ഒരു ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യണം. എഫ് ഓഫ് എക്സ് മൈനസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഒരു കാര്യം കൂടി നമുക്ക് പ്രൂവ് ചെയ്യുവാനുണ്ട്. എക്സ് ലെസ് ദാൻ വൈ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ നിന്നും ഏത് രണ്ട് റിയൽ നമ്പേഴ്സ് എക്സും വൈയും ചൂസ് ചെയ്താലും എഫ് ഓഫ് എക്സ് പ്ലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ മൈനസ് ആയിരിക്കണം. ഇവിടെ ഫംഗ്ഷൻ എഫ് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് എന്നുള്ളതിന് പകരം മോണോട്ടോണിക്കലി ഡിക്രീസിങ് ആയാലും അതിൻ്റെ ഡൊമൈനിൽ ഏതൊരു പോയിൻ്റ് എക്സ് ചൂസ് ചെയ്താലും ആ പോയിന്റിൽ ആ ഫംഗ്ഷൻ്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും എന്തായാലും എക്സിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഈ തിയറം പ്രൂവ് ചെയ്യാം. എഫ് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ഓൺ ഓപ്പൺ ഇൻ്റർവെൽ എ ബി എന്ന് തന്നിട്ടുണ്ട്. സോ എക്സ് ലെസ് ദാൻ വൈ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ നിന്നും ഏത് രണ്ട് റിയൽ നമ്പേഴ്സ് എക്സും വൈയും ചൂസ് ചെയ്താലും എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ ആയിരിക്കും. ദെൻ നമുക്ക് പ്രൂവ് ചെയ്യുവാനുള്ളത് ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിലെ ഏതൊരു പോയിൻ്റ് എക്സ് ചൂസ് ചെയ്താലും ആ പോയിന്റിലെ എഫിൻ്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും എന്തായാലും എക്സിസ്റ്റ് ചെയ്യുമെന്നാണ്. സോ അത് പ്രൂവ് ചെയ്യുവാൻ വേണ്ടി ആർബിട്രറി ആയിട്ട് ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ നിന്നും ഒരു പോയിൻ്റ് എക്സ് ചൂസ് ചെയ്യുന്നു. ലെറ്റ് എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവെൽ എ ബി. ദെൻ നമ്മളൊരു സെറ്റ് എക്സ് ഇതുപോലെ ഡിഫൈൻ ചെയ്യുന്നു. ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എഫ് ഓഫ് ടി സച്ച് ദാറ്റ് എ ലെസ് ദാൻ ടി ലെസ് ദാൻ എക്സ്. അതായത് നമ്മൾ ആദ്യം ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിലെ ഒരു റിയൽ നമ്പർ എക്സ് ഫിക്സ് ചെയ്യുന്നു. ദെൻ ഓപ്പൺ ഇൻ്റർവെൽ എ എക്സിലെ റിയൽ നമ്പേഴ്സുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫിൻ്റെ ഇമേജസുകളുടെ കളക്ഷൻ, അതാണ് ക്യാപിറ്റൽ എക്സ് എന്നുള്ള സെറ്റ്. ഈ സെറ്റ് ക്ലിയർലി നോൺ എംപ്റ്റി ആണ്. കാരണം എ നോട്ട് ഈക്വൽ ടു എക്സ് ആയതുകൊണ്ട് എയുടെയും എക്സിൻ്റെയും ഇടയിൽ അറ്റ്ലീസ്റ്റ് വൺ റിയൽ നമ്പറെങ്കിലും ഉണ്ടായിരിക്കും. ആ റിയൽ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫിൻ്റെ ഇമേജ് ക്യാപിറ്റൽ എക്സ് എന്നുള്ള സെറ്റിലുണ്ടായിരിക്കും. അതുകൊണ്ട് എക്സ് നോൺ എംപ്റ്റി ആയിരിക്കും. എഫ് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആയതുകൊണ്ട് എ ലെസ് ദാൻ ടി ലെസ് ദാൻ എക്സ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഏതൊരു റിയൽ നമ്പർ ടി ചൂസ് ചെയ്താലും എഫ് ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയിരിക്കും. ഇവിടെ എക്സ് ഫിക്സഡ് ആയിട്ടുള്ള റിയൽ നമ്പറാണ്. ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിലെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള റിയൽ നമ്പറാണ്. എഫ് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആയതുകൊണ്ട്
എ ലെസ് ദാൻ ടി ലെസ് ദാൻ എക്സ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഏതൊരു റിയൽ നമ്പർ ടി ചൂസ് ചെയ്താലും ബൈ ഡെഫിനിഷൻ എഫ് ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയിരിക്കും. സോ ക്യാപിറ്റൽ എക്സിലെ ഏതൊരു എഫ് ഓഫ് ടി ചൂസ് ചെയ്താലും അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയിരിക്കും. സോ എഫ് ഓഫ് എക്സ് ക്യാപിറ്റൽ എക്സ് എന്നുള്ള സെറ്റിൻ്റെ ഒരു അപ്പർ ബൗണ്ട് ആയിരിക്കും. ദെൻ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പോൾ അതിൽ പറയുന്നത് ഇതാണ്: എവറി നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് വിച്ച് ഈസ് ബൗണ്ടഡ് എബവ് ഹാസ് എ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഇൻ ആർ. ഇവിടെ എക്സ് റിയൽ നമ്പേഴ്സിൻ്റെ ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ആണ്. അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് അതിൻ്റെ ഒരു അപ്പർ ബൗണ്ട് ആണ്. സോ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പോൾ എക്സ് ഹാസ് എ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഇൻ ആർ, അതായത് എക്സ് ഹാസ് എ സുപ്രീമം ഇൻ ആർ. അത് എ ആണെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് എ ഈക്വൽ ടു സുപ്രീമം ഓഫ് എഫ് ഓഫ് ടി എ ലെസ് ദാൻ ടി ലെസ് ദാൻ എക്സ്. എഫ് ഓഫ് എക്സ് സെറ്റ് എക്സിൻ്റെ ഒരു അപ്പർ ബൗണ്ട് ആയതുകൊണ്ട് സുപ്രീമത്തിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയിരിക്കും. കാരണം എ ആണ് സെറ്റ് എക്സിൻ്റെ ലീസ്റ്റ് അപ്പർ ബൗണ്ട്. സോ എഫ് ഓഫ് എക്സ് ഒരു അപ്പർ ബൗണ്ട് ആണെങ്കിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ചെയ്താലും എ മൈനസ് എപ്സിലോൺ ക്യാപിറ്റൽ എക്സിൻ്റെ ഒരു അപ്പർ ബൗണ്ട് ആയിരിക്കുകയില്ല. ഏതെങ്കിലും ഒരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എ മൈനസ് എപ്സിലോൺ സെറ്റ് എക്സിൻ്റെ ഒരു അപ്പർ ബൗണ്ട് ആണെങ്കിൽ എ സെറ്റ് എക്സിൻ്റെ സുപ്രീമമാണ് എന്നുള്ളതിനൊരു കോൺട്രഡിക്ഷൻ വരും. സോ ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എ മൈനസ് എപ്സിലോൺ ഈസ് നോട്ട് ആൻ അപ്പർ ബൗണ്ട് ഓഫ് എക്സ്. എ മൈനസ് എപ്സിലോൺ ക്യാപിറ്റൽ എക്സിൻ്റെ ഒരു അപ്പർ ബൗണ്ട് അല്ലാത്തത് കൊണ്ട് ബൈ ഡെഫിനിഷൻ ദർ എക്സിസ്റ്റ് ആൻ എഫ് ഓഫ് വൈ ബിലോങ്സ് ടു ക്യാപിറ്റൽ എക്സ് സച്ച് ദാറ്റ് എ മൈനസ് എപ്സിലോൺ സ്ട്രിക്ട്ലി ലെസ് ദാൻ എഫ് ഓഫ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. എഫ് ഓഫ് വൈ സെറ്റ് എക്സിലൊരു മെമ്പർ ആയതുകൊണ്ട് വൈ ഓപ്പൺ ഇൻ്റർവെൽ എ എക്സിലൊരു മെമ്പർ ആയിരിക്കും. അതായത് എക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഏതെങ്കിലും ഒരു പോയിൻ്റ് ആയിരിക്കും. സോ ദർ എക്സിസ്റ്റ് എ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് വൈ ഈക്വൽ ടു എക്സ് മൈനസ് ഡെൽറ്റ. ദെൻ വൈക്ക് പകരം എക്സ് മൈനസ് ഡെൽറ്റ എന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കുമ്പോൾ മുകളിലത്തെ ഇൻഇക്വാലിറ്റിയിൽ നിന്നും എ മൈനസ് എപ്സിലോൺ സ്ട്രിക്ട്ലി ലെസ് ദാൻ എഫ് ഓഫ് എക്സ് മൈനസ് ഡെൽറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. ദെൻ എക്സ് മൈനസ് ഡെൽറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ എക്സ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഏതൊരു റിയൽ നമ്പർ ടി ചൂസ് ചെയ്താലും അതിൻ്റെ ഇമേജ് എഫ് ഓഫ് ടി എഫ് ഇൻക്രീസിങ് ആയതുകൊണ്ട് ഈ ഒരു ഇൻഇക്വാലിറ്റി ഹോൾഡ് ചെയ്യും. എഫ് ഓഫ് എക്സ് മൈനസ് ഡെൽറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ടി സ്ട്രിക്ട്ലി ലെസ് ദാൻ എക്സ് ആയതുകൊണ്ട് ടി ഓപ്പൺ ഇൻ്റർവെൽ എക്സിലൊരു മെമ്പർ ആയിരിക്കും. അതുകൊണ്ട് എഫ് ഓഫ് ടി സെറ്റ് എക്സിലൊരു മെമ്പർ ആയിരിക്കും. സെറ്റ് എക്സിൻ്റെ സുപ്രീമമാണ് എ. അതിൽ നിന്നും എഫ് ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആയിരിക്കും. സോ എഫ് ഓഫ് എക്സ് മൈനസ് ഡെൽറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. ഇക്വേഷൻ 2ഉം 3ഉം കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ എ മൈനസ് എപ്സിലോൺ സ്ട്രിക്ട്ലി ലെസ് ദാൻ എഫ് ഓഫ് എക്സ് മൈനസ് ഡെൽറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ സ്ട്രിക്ട്ലി ലെസ് ദാൻ എ പ്ലസ് എപ്സിലോൺ വിച്ച് ഇംപ്ലൈസ് എ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എഫ് ഓഫ് ടി ലെസ് ദാൻ എ പ്ലസ് എപ്സിലോൺ. നമുക്കറിയാം വൈ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ വൈ പ്ലസ് എപ്സിലോൺ ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അത് യൂസ് ചെയ്യുമ്പോൾ മോഡുലസ് ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ whenever x minus delta less than t less than x. സോ ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ചെയ്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പോസിറ്റീവ് റിയൽ നമ്പർ ഡെൽറ്റ കണ്ടുപിടിക്കാൻ സാധിക്കും. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ മോഡുലസ് ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ whenever x minus delta less than t less than x. ഇത് ഉദ്ദേശിക്കുന്നത് എഫിൻ്റെ ഡൊമൈനിലെ പോയിൻറ്റ്സ് നമ്മൾ ഫിക്സ് ചെയ്ത എക്സിലേക്ക് ലെഫ്റ്റ് സൈഡിലൂടെ അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് ടിയുടെ വാല്യൂ എയിലേക്ക് അപ്രോച്ച് ചെയ്യും എന്നാണ്. അതായത് ലിമിറ്റ് ടി ടെൻഡിങ് ടു എക്സ് മൈനസ് എഫ് ഓഫ് ടി ഈക്വൽ ടു എ. ലിമിറ്റ് ടി ടെൻഡിങ് ടു എക്സ് മൈനസ് എഫ് ഓഫ് ടി ആണ് എഫ് ഓഫ് എക്സ് മൈനസ്. അതുപോലെ തന്നെ എ എന്നുള്ളത് സെറ്റ് എക്സിൻ്റെ അപ്പർ ബൗണ്ട് ആയതുകൊണ്ട് എ ഈക്വൽ ടു സുപ്രീമം ഓഫ് എഫ് ഓഫ് ടി എ ലെസ് ദാൻ ടി ലെസ് ദാൻ എക്സ് ആണ്. അതിൽ നിന്നും എഫ് ഓഫ് എക്സ് മൈനസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് എഫ് ഓഫ് ടി എ ലെസ് ദാൻ ടി ലെസ് ദാൻ എക്സ്. അതായത് ഫംഗ്ഷൻ എഫിൻ്റെ നമ്മൾ ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്ത പോയിൻ്റ് എക്സിലുള്ള ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. അത് സുപ്രീമം ഓഫ് എഫ് ഓഫ് ടി എ ലെസ് ദാൻ ടി ലെസ് ദാൻ എക്സ് ആയിരിക്കും. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് മൈനസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയിരിക്കും. ഇതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് പ്ലസ് ഈക്വൽ ടു ഇൻഫിമം ഓഫ് എഫ് ഓഫ് ടി എക്സ് ലെസ് ദാൻ ടി ലെസ് ദാൻ ബി എന്ന് വെരിഫൈ ചെയ്യുവാൻ സാധിക്കും. ആ കേസിൽ എഫ് ഓഫ് എക്സ് പ്ലസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയിരിക്കും. സോ ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിലെ ഏതൊരു പോയിൻ്റ് എക്സ് ചൂസ് ചെയ്താലും ആ പോയിന്റിൽ ഫംഗ്ഷൻ എഫിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യും. എഫ് ഓഫ് എക്സ് മൈനസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സും എഫ് ഓഫ് എക്സ് പ്ലസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സും ആയതുകൊണ്ടും എഫ് ഓഫ് എക്സ് മൈനസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് എഫ് ഓഫ് ടി എ ലെസ് ദാൻ ടി ലെസ് ദാൻ എക്സ് ആണ്. എഫ് ഓഫ് എക്സ് പ്ലസ് ഈക്വൽ ടു ഇൻഫിമം ഓഫ് എഫ് ഓഫ് ടി എക്സ് ലെസ് ദാൻ ടി ലെസ് ദാൻ ബി ആണ്.
ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ സുപ്രീമം ഓഫ് എഫ് ഓഫ് ടി എ ലെസ് ദാൻ ടി ലെസ് ദാൻ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് വിച്ച് ഈസ് ഈക്വൽ ടു ഇൻഫിമം ഓഫ് എഫ് ഓഫ് ടി എക്സ് ലെസ് ദാൻ ടി ലെസ് ദാൻ ബി. ഇതാണ് നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. ദെൻ സെക്കൻഡ് പാർട്ടിൽ പ്രൂവ് ചെയ്യുവാനുള്ളത് എക്സ് ലെസ് ദാൻ വൈ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഓപ്പൺ ഇൻട്രവൽ എ ബിയിൽ നിന്നും ഏത് രണ്ട് റിയൽ നമ്പേഴ്സ് എക്സും വൈയും ചൂസ് ചെയ്താലും എഫ് ഓഫ് എക്സ് പ്ലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ മൈനസ് ആയിരിക്കണം. ഇത് പ്രൂവ് ചെയ്യുവാൻ വേണ്ടി എക്സ് ലെസ് ദാൻ വൈ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഓപ്പൺ ഇൻട്രവൽ എ ബിയിൽ നിന്നും രണ്ട് റിയൽ നമ്പേഴ്സ് എക്സും വൈയും ചൂസ് ചെയ്യുന്നു. നമുക്കറിയാം എഫ് ഓഫ് എക്സ് പ്ലസ് ഈക്വൽ ടു ഇൻഫിമം ഓഫ് എഫ് ഓഫ് ടി എക്സ് ലെസ് ദാൻ ടി ലെസ് ദാൻ ബി ആണ്. എഫ് ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയതുകൊണ്ടും അതുപോലെ തന്നെ വൈ സ്ട്രിക്ട്ലി ലെസ് ദാൻ ബി ആയതുകൊണ്ടും ഇൻഫിമം ഓഫ് എഫ് ഓഫ് ടി എക്സ് ലെസ് ദാൻ ടി ലെസ് ദാൻ ബിയും ഇൻഫിമം ഓഫ് എഫ് ഓഫ് ടി എക്സ് ലെസ് ദാൻ ടി ലെസ് ദാൻ വൈയും ഈക്വൽ ആയിരിക്കും. അതിൽ നിന്നും എഫ് ഓഫ് എക്സ് പ്ലസ് ഈക്വൽ ടു ഇൻഫിമം ഓഫ് എഫ് ഓഫ് ടി എക്സ് ലെസ് ദാൻ ടി ലെസ് ദാൻ വൈ. അതുപോലെ തന്നെ എഫ് ഓഫ് വൈ മൈനസ് എന്നുള്ളത് സുപ്രീമം ഓഫ് എഫ് ഓഫ് ടി എ ലെസ് ദാൻ ടി ലെസ് ദാൻ വൈ ആണ്. എഫ് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയതുകൊണ്ടും എ സ്ട്രിക്ട്ലി ലെസ് ദാൻ എക്സ് ആയതുകൊണ്ടും സുപ്രീമം ഓഫ് എഫ് ഓഫ് ടി എ ലെസ് ദാൻ ടി ലെസ് ദാൻ വൈയും സുപ്രീമം ഓഫ് എഫ് ഓഫ് ടി എക്സ് ലെസ് ദാൻ ടി ലെസ് ദാൻ വൈയും ഈക്വൽ ആയിരിക്കും. അതിൽ നിന്നും എഫ് ഓഫ് വൈ മൈനസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് എഫ് ഓഫ് ടി എക്സ് ലെസ് ദാൻ ടി ലെസ് ദാൻ വൈ. സോ എഫ് ഓഫ് എക്സ് പ്ലസ് ഈക്വൽ ടു ഇൻഫിമം ഓഫ് എഫ് ഓഫ് ടി എക്സ് ലെസ് ദാൻ ടി ലെസ് ദാൻ വൈ ആൻഡ് എഫ് ഓഫ് വൈ മൈനസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് എഫ് ഓഫ് ടി എക്സ് ലെസ് ദാൻ ടി ലെസ് ദാൻ വൈ. അതായത് ഓപ്പൺ ഇൻ്റർവൽ എക്സ് വൈയിലെ പോയിൻറ്റ്സുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് ടികളുടെ ഇൻഫിമം ആണ് എഫ് ഓഫ് എക്സ് പ്ലസ്. അതുപോലെ തന്നെ സെയിം ഇൻ്റർവെൽസിലെ പോയിൻറ്റ്സുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് ടികളുടെ സുപ്രീമം ആണ് എഫ് ഓഫ് വൈ മൈനസ്. അതിൽ നിന്നും എഫ് ഓഫ് എക്സ് പ്ലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ മൈനസ്. ഇതാണ് നമുക്ക് സെക്കൻഡ് പാർട്ടിൽ വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത്. ദെൻ ഈ തിയറത്തിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നിന്നും ഡയറക്റ്റ്ലി ഫോളോ ചെയ്യുന്നതാണ് നെക്സ്റ്റ് റിസൾട്ട്. എഫ് മോണോട്ടോണിക്കലി ഇൻക്രീസിംഗ് ആണെങ്കിൽ ഈ തിയറത്തിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓപ്പൺ ഇൻട്രവൽ എ ബിയിൽ നിന്നും എക്സ് ലെസ് ദാൻ വൈ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഏത് രണ്ട് റിയൽ നമ്പേഴ്സ് എക്സും വൈയും ചൂസ് ചെയ്താലും എഫ് ഓഫ് എക്സ് പ്ലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ മൈനസ് ആയിരിക്കും. നമുക്കറിയാം എഫ് ഓഫ് എക്സ് മൈനസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ആണ് എഫ് ഒരു ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണെങ്കിൽ. അതുപോലെ തന്നെ എഫ് ഓഫ് വൈ മൈനസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ പ്ലസ് ആണ്. ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ മൈനസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ പ്ലസ്. ഇതാണ് നെക്സ്റ്റ് റിസൾട്ടിൽ പറഞ്ഞിട്ടുള്ളത്. ദെൻ എബവ് തിയറത്തിൽ നിന്നും ഡയറക്റ്റ്ലി ഫോളോ ചെയ്യുന്നതാണ് നെക്സ്റ്റ് കൊറോളറി. മോണോട്ടോണിക് ഫംഗ്ഷൻസ് ഹാവ് നോ ഡിസ്കണ്ടിന്യൂറ്റീസ് ഓഫ് സെക്കൻഡ് കൈൻഡ്. മോണോട്ടോണിക് ഫംഗ്ഷൻസിന് സെക്കൻഡ് കൈൻഡ് ഡിസ്കണ്ടിന്യൂറ്റീസ് ഉണ്ടായിരിക്കുകയില്ല എന്നാണ് ഈ കൊറോളറിയിൽ പറയുന്നത്. നമ്മൾ പ്രീവിയസ് തിയറത്തിൽ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു എഫ് മോണോട്ടോണിക്കലി ഇൻക്രീസിംഗ് ആണെങ്കിൽ അതിൻ്റെ ഡൊമെയിനിലെ ഏതൊരു പോയിൻ്റ് എക്സ് ചൂസ് ചെയ്താലും ആ പോയിന്റിൽ ആ ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എന്തായാലും എക്സ് ചെയ്യുമെന്ന്. അവിടെ എഫ് ഇൻക്രീസിങ് എന്നുള്ളതിന് പകരം മോണോട്ടോണിക്കലി ഡിക്രീസിങ് എന്ന് ചൂസ് ചെയ്താലും ഇതേ കണ്ടീഷൻ ഹോൾഡ് ചെയ്യും. അതായത് എഫിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും അതിൻ്റെ ഡൊമെയിനിൽ ഏതൊരു പോയിന്റ് ചൂസ് ചെയ്താലും ആ പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യും. നമുക്കറിയാം ഫംഗ്ഷൻ എഫിൻ്റെ ഡൊമെയിനിൽ ഒരു പോയിന്റ് എക്സിൽ ആ ഫംഗ്ഷന് സെക്കൻഡ് കൈൻഡ് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാവാനുള്ള കണ്ടീഷൻ ആ പോയിന്റിൽ ആ ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റോ അതല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റോ അതല്ലെങ്കിൽ രണ്ടും എക്സിസ്റ്റ് ചെയ്യാണ്ടിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു മോണോട്ടോണിക് ഫംഗ്ഷൻസിൻ്റെ കേസിൽ അതിലെ ഡൊമെയിനിൽ ഏതൊരു പോയിന്റ് ചൂസ് ചെയ്താലും ആ പോയിന്റിൽ ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. സോ മോണോട്ടോണിക് ഫംഗ്ഷൻസിന് സെക്കൻഡ് കൈൻഡ് ഡിസ്കണ്ടിന്യൂറ്റീസ് ഒന്നും ഉണ്ടായിരിക്കുകയില്ല. ഇതാണ് നമുക്ക് ഈ കൊറോളറിയിൽ വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത്.